ഞാൻ പണ്ട് ഓസ്ട്രേലിയയിലെ മെൽബണിൽ പോയപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കാറിൽ വന്ന് അദ്ദേഹം ഭാര്യയായിട്ട് വന്ന് ഡ്രൈവ് ചെയ്ത് വന്ന് ഷോപ്പിങ്ങിന് പോണ ഞാൻ കണ്ടിട്ടുണ്ട്. 15 കൊല്ലം മുമ്പാണ്. ഞാനപ്പോൾ തലയിൽ കൈവച്ചു. എന്തൊരു അത്ഭുതമാണ്. ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നത് അങ്ങനെ പോകാൻ പറ്റുന്നൊരു കാലത്തേക്ക് നമ്മുടെ കേരളം കൂടി വരട്ടെ എന്നാണ്. ഏത് വേറെ സമരവും പ്രശ്നവും തടയലും പിടിയിലും ഒക്കെയുള്ള സംസ്ഥാനമാണ് കേരളം അല്ലേ? അതൊക്കെ കൊണ്ടായിരിക്കാം മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും സംരക്ഷണവും പിന്നെ പലതരത്തിലുള്ള ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും ഒക്കെ കൊണ്ടാണ്. എനിക്ക് മുന്നിലിരുന്ന ആളുകൾ കൂടുതൽ വാഹനം ഉപയോഗിച്ച തെറ്റു പറയില്ല. അവരൊക്കെ പല സന്നിഗ്ധ ഘട്ടങ്ങൾ കയറി ആ സ്ഥാനത്ത് വന്ന ആളുകളാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ പിണറായി വിജയനെ കളിയാക്കി പറഞ്ഞതല്ല, ഞാൻ പറയില്ല അങ്ങനെ. അദ്ദേഹം ഞാൻ വന്ന സാഹചര്യത്തിൽ വന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചറല്ല ഞാൻ മുഖ്യമന്ത്രിയാകുമ്പോൾ എനിക്കുള്ള സ്റ്റേച്ചർ. നമ്മളത് കരുണാകരനോ AK ആന്റണിയോ ഉമ്മൻചാണ്ടിയോ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അവർക്കുള്ള സ്റ്റേച്ചറല്ല എനിക്കുള്ളത്. ഞാൻ ഇതെല്ലാം ആലോചിച്ചിട്ടാണ്. അത് വേറെ തരത്തിൽ അത് വ്യാഖ്യാനിക്കണ്ട. നമ്മൾ നമ്പർ ഇറക്കുകയാണെന്നോ അല്ല, വേണ്ട. നമ്പർ 2 ദിവസം നിൽക്കുള്ളൂ അല്ലേ? അതല്ല. അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചുറച്ച തീരുമാനം പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ആവുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല.